അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പഠിതാക്കളെ, പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹാജിമാരെല്ലാം മുസ്ദലിഫയിൽ എപ്രകാരമായിരിക്കണം പ്രവർത്തിക്കേണ്ടത്, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദർസ് നാം അവസാനിപ്പിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ, ഇനി നാം ഇപ്പോൾ ഉള്ളത് ദുൽഹജ്ജ് 10-ൻ്റെ ദിവസത്തിലാണ്. യൗമുൻ നഹർ, ബലിയുടെ ദിവസം, അല്ലെങ്കിൽ ഈദുൽ അദ്ഹ, ബലിപെരുന്നാൾ. ആ ബലിപെരുന്നാളിൻ്റെ ദിവസമായ ദുൽഹജ്ജ് 10-ലാണ് ഇപ്പോൾ ഹാജിമാരുള്ളത് എന്ന് മനസ്സിലാക്കുക. ആ ദിവസമാണ് ഹജ്ജിൻ്റെ വളരെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാനുള്ളതും ഇഹ്റാമിൽ നിന്ന് ഹാജിമാർക്ക് തഹല്ലുൽ ആവാനും ഉള്ളത്. അതുകൊണ്ട് തന്നെ ദുൽഹജ്ജ് 10-ലെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ്, എപ്രകാരമാണ് തഹല്ലുലാവേണ്ടത്, മുസ്ദലിഫയിൽ നിന്ന് അവർ എങ്ങോട്ടാണ് നീങ്ങേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചതുപോലെ ഫജ്ർ നമസ്കാരം വരെ മുസ്ദലിഫയിൽ രാപ്പാർക്കലാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത്. അറഫയിൽ നിന്ന് മുസ്ദലിഫയിൽ വരുന്നു. ഈദുൽ അദ്ഹയുടെ രാത്രിയിൽ അവർ മുസ്ദലിഫയിൽ കഴിഞ്ഞുകൂടുന്നു ഫജ്ർ വരെ. അങ്ങനെ ഫജ്ർ നമസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ മഷ്അറുൽ ഹറമിൻ്റെ അടുക്കൽ പോയിക്കൊണ്ട് അവിടെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയ ഒരു പ്രത്യേക സ്ഥലമാണ്. അവിടെ ഒരു പർവ്വതമുണ്ട്. ഇന്ന് അവിടെ ഒരു പള്ളിയും നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ പരിസരങ്ങളിലാണ് മഷ്അറുൽ ഹറം എന്നറിയപ്പെടുന്ന സ്ഥലമുള്ളത്. അത് മുസ്ദലിഫയുടെ അവസാന ഭാഗത്തായിട്ട് കാണാവുന്നതാണ്. അവിടെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്ർ നമസ്കാര ശേഷം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയും, അഥവാ അല്ലാഹു അക്ബർ തുടങ്ങിയ തക്ബീറുകൾ ചൊല്ലുകയും ധാരാളമായി അള്ളാഹുവിനോട് ഖിബ്ലയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അപ്രകാരം ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഈദുൽ അദ്ഹയുടെ ദിവസം ദുൽഹജ്ജ് 10-ന് മുസ്ദലിഫയിൽ വെച്ച് ഫജ്ർ നമസ്കാരത്തിന് ശേഷം മഷ്അറുൽ ഹറമിൽ വെച്ച് ഖിബ്ലയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ധാരാളമായി ദുആ ചെയ്യുക. അതേസമയത്ത് നാം സൂചിപ്പിച്ചിരുന്നു, ഫജ്റിന് മുമ്പ് തന്നെ പോകാൻ അനുവാദമുള്ള ചില ആളുകളുണ്ട്. മുസ്ദലിഫയിൽ വെച്ച് രാത്രി പകുതി കഴിഞ്ഞാൽ മാത്രം അവർക്ക് പോകാൻ അനുവാദമുണ്ട്. പക്ഷേ രാത്രി പകുതി വരെ മുസ്ദലിഫയിൽ ഉണ്ടായിരിക്കണം. സ്ത്രീകളും ദുർബലരും മറ്റു അനിവാര്യമായും പോകേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങളുള്ള ആളുകൾക്ക് നേരത്തെ തന്നെ പോകാവുന്നതാണ്. അല്ലാത്തവർ ഫജ്ർ നമസ്കാര ശേഷം ഈ ദുആകളെല്ലാം മഷ്അറുൽ ഹറമിൻ്റെ അടുക്കൽ വെച്ച് നിർവഹിക്കുക. എന്നിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് മിനയിലേക്ക് പുറപ്പെടണം. ശ്രദ്ധിക്കുക, സൂര്യൻ ഉദിച്ചതിന് ശേഷമല്ല. അങ്ങനെ പോവൽ മക്ക മുശ്രിക്കുകളുടെ ചര്യയായിരുന്നു. അവരോട് ആ വിഷയത്തിൽ എതിരാകുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യം, തൽബിയത്ത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ധാരാളമായി തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. നമ്മൾ പഠിച്ചതാണത്. ഈ തൽബിയത്ത് ചൊല്ലണം. അതോടൊപ്പം മുസ്ദലിഫയിൽ നിന്ന് തന്നെ ജംറത്തുൽ അഖബയിൽ എറിയാനുള്ള കല്ലുകൾ നമ്മൾ ശേഖരിച്ചു വെക്കൽ നല്ലതാണ്. കാരണം മിനയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കർമ്മം എന്നുള്ളത് ജംറത്തുൽ അഖബയിൽ 7 കല്ലുകൾ എറിയലാണ്. അതുകൊണ്ട് തന്നെ ആ 7 കല്ലുകൾ മുസ്ദലിഫയിൽ നിന്ന് തന്നെ ശേഖരിക്കുക. മാത്രമല്ല മുസ്ദലിഫയിൽ ധാരാളം ചരൽക്കല്ലുകൾ, ചെറിയ ചെറിയ കല്ലുകൾ ഉള്ളതിനാൽ ബാക്കിയുള്ള അയ്യാമു തശ്രീഖിൻ്റെ ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങളിലും
നമുക്ക് 3 ജംറകളിൽ കല്ലെറിയാനുണ്ട്. ആ കല്ലുകളും അപ്പോൾ തന്നെ ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കൽ നല്ലതാണ്. കാരണം അവിടെ ധാരാളം ചെറിയ കല്ലുകൾ ലഭ്യമാണ്. ഏതായിരുന്നാലും ശരി, അന്നേ ദിവസം ജംറത്തുൽ അഖബയിൽ എറിയാനുള്ള 7 കല്ലുകളെങ്കിലും ചുരുങ്ങിയത് മുസ്ദലിഫയിൽ നിന്ന് ശേഖരിക്കൽ നല്ലതാണ്. അങ്ങനെ ശേഖരിച്ചുകൊണ്ട് തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് അവർ മിനയിലേക്ക് പുറപ്പെടുന്നു. അങ്ങനെ മിനയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് മക്കയോടടുത്ത് നിൽക്കുന്ന മിനയിലുള്ള മസ്ജിദുൽ ഖൈഫിൻ്റെ അതിൽ നിന്ന് ഏറ്റവും ദൂരെയായി നിൽക്കുന്ന ജംറ, 3ാമത്തെ ജംറ, അതാണ് ജംറത്തുൽ അഖബ അല്ലെങ്കിൽ ജംറത്തുൽ കുബ്ര എന്നറിയപ്പെടുന്നത്. ജംറ എന്ന് പറഞ്ഞാൽ ചെറിയ കല്ലുകൾക്ക് ജംറ എന്ന് പറയും. ആ കല്ലുകൾ എറിയപ്പെടുന്ന സ്ഥലത്തിന് ജംറ എന്ന് പറയും. അങ്ങനെ എറിയാൻ വേണ്ടി ഹാജിമാർ ഒത്തുകൂടുന്ന സ്ഥലത്തിനും ജംറ എന്ന് പറയും. അപ്പോൾ ജംറത്തുൽ അഖബയിൽ ചെയ്യേണ്ടത് 7 കല്ലുകൾ ഒരു നിശ്ചിത സ്ഥലത്തേക്ക് എറിയലാണ്. അതവിടെ എത്തിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ഹൗദ് പോലെ അവിടെ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. ആ ഹൗദിൻ്റെ ഉള്ളിലേക്കാണ് ഈ കല്ലുകൾ എറിയേണ്ടത്. അത് ചെറിയ കല്ലുകളായിരിക്കണം, വലിയ കല്ലുകൾ എടുക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മതത്തിൽ നിങ്ങൾ അതിര് കവിയരുത് എന്നും. കല്ലുകൾ അത് വളരെ ചെറുതായിരിക്കണം, കടലമണിയോളം ചെറിയ കല്ലുകൾ കൊണ്ടായിരിക്കണം എറിയേണ്ടത്. അങ്ങനെ മക്കയോടടുത്ത് നിൽക്കുന്ന 3ാമത്തെ ജംറയാണ് ജംറത്തുൽ അഖബ. ആ ജംറത്തുൽ അഖബയിൽ 7 കല്ലുകൾ എറിയണം. ഓരോ കല്ലുകൾ എറിയുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറയൽ സുന്നത്താണ്. ആ സമയത്ത് കഅബാലയം നമ്മുടെ ഇടതുഭാഗത്തും മിന നമ്മുടെ വലതുഭാഗത്തുമായിട്ട് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അത് മിക്കവാറും അങ്ങനെ തന്നെയായിരിക്കും. പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് അങ്ങനെയാണ്. എന്നാൽ അതൊരു നിർബന്ധമല്ല. അതിനുശേഷം ഹദിയുള്ള ആളുകൾ, നമുക്കറിയാം തമത്തുഇൻ്റെ ഹജ്ജും ഖിറാനിൻ്റെ ഹജ്ജുമുള്ള ആളുകൾ ബലി അറുക്കൽ, ഹദീന അറുക്കൽ അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അതുകൊണ്ട് ആ ഹദീനെ അവർ അറക്കുക. നേരിട്ട് അറക്കാൻ കഴിയുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാം. എന്നാൽ പലപ്പോഴും അത് സാധ്യമല്ല. ചില പ്രത്യേക കമ്പനികളെ, ഏജൻസികളെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതവർ നിർവഹിച്ചുകൊള്ളും. പിന്നെ ചെയ്യേണ്ടത് മുടിയെടുക്കലാണ്. മുടി പൂർണ്ണമായും മൊട്ടയടിക്കുകയോ അല്ലെങ്കിൽ ചെറുതാക്കി വെട്ടുകയോ ചെയ്യുക, തഹല്ലുലിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് പോലെ. അങ്ങനെ ജംറത്തുൽ അഖബയിൽ കല്ലെറിയുകയും മുടിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ അവർ 1ാമത്തെ തഹല്ലുലിൽ പ്രവേശിക്കുന്നതാണ്. ഹജ്ജിന് 2 തഹല്ലുലുണ്ട്. അതിൽ 1ാമത്തെ തഹല്ലുൽ സംഭവിക്കുന്നത് ബലിപെരുന്നാൾ ദിവസമുള്ള പ്രധാനപ്പെട്ട 3 കർമ്മങ്ങളിൽ 2 കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 1ാമത്തെ തഹല്ലുലിൽ പ്രവേശിക്കുന്നതാണ്. ഏതാണ് ആ 3 കർമ്മങ്ങൾ? 1 ജംറത്തുൽ അഖബയിൽ കല്ലെറിയുക, 2 മുടിയെടുക്കുക, 3ാമത്തത് ത്വവാഫുൽ ഇഫാദ എന്ന് പറയുന്ന ഹജ്ജിൻ്റെ വളരെ പ്രധാനപ്പെട്ട റുക്കനുകളിൽപ്പെട്ട ത്വവാഫുൽ ഇഫാദ. ഇതാണ് ഈ 3 കാര്യങ്ങൾ. അറവ് അതിൽ വരുന്നതല്ല. അറവും തഹല്ലുലും തമ്മിൽ ബന്ധമില്ല. ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. ഹദീന അറക്കലും തഹല്ലുലും തമ്മിൽ ബന്ധമില്ല. മറിച്ച് ഈ 3 കർമ്മങ്ങൾ, ഒന്ന് ത്വവാഫുൽ ഇഫാദ, അത് ദുൽഹജ്ജ് ദിവസം 10 ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ മുടിയെടുക്കൽ, അതേപോലെ തന്നെ ജംറത്തുൽ അഖബയിൽ കല്ലെറിയൽ. ഈ 3 കാര്യങ്ങൾ ഒരാൾക്ക് ചെയ്യാൻ സാധിച്ചാൽ അയാൾ പരിപൂർണമായും തഹല്ലുലായി. ഭാര്യാഭർത്തൃ ബന്ധം വരെ അനുവദനീയമാണ്. എന്നാൽ അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ 2 കാര്യങ്ങളെങ്കിലും, ഈ 3-ൽ 2 കാര്യങ്ങൾ ചെയ്താൽ 1ാമത്തെ തഹല്ലുലായി. 1ാമത്തെ തഹല്ലുലും 2ാമത്തെ തഹല്ലുലും തമ്മിലുള്ള വ്യത്യാസം, 1ാമത്തെ തഹല്ലുൽ കഴിഞ്ഞാൽ അയാൾക്ക് ഇഹ്റാമിൽ പാടില്ലാത്തതെല്ലാം അനുവദനീയമാണ്, ഭാര്യാഭർത്തൃ ബന്ധമൊഴികെ. അത് മാത്രം പാടില്ല. ബാക്കിയെല്ലാം അയാൾക്ക് സാധാരണ പോലെ വസ്ത്രം ധരിക്കാം, സുഗന്ധം ഉപയോഗിക്കാം, മറ്റു കാര്യങ്ങളൊക്കെ അനുവദനീയമാണ്, ഭാര്യാഭർത്തൃ ബന്ധമൊഴികെ. എന്നാൽ 2ാമത്തെ തഹല്ലുൽ, പൂർണ്ണമായ തഹല്ലുൽ, അത്തഹല്ലുലു സാനി അല്ലെങ്കിൽ അത്തഹല്ലുലുൽ കാമിൽ എന്നൊക്കെ പറയുന്ന 2ാമത്തെ തഹല്ലുലായി കഴിഞ്ഞാലോ ഭാര്യാഭർത്തൃ ബന്ധമടക്കം എല്ലാമാകാം. അതിന് ഈ 3 കാര്യങ്ങൾ ചെയ്യണം. ജംറത്തുൽ അഖബയിൽ കല്ലെറിയുക, മുടിയെടുക്കുക, ത്വവാഫുൽ ഇഫാദ. എന്നാൽ ജംറത്തുൽ അഖബയിൽ കല്ലെറിയുകയും മുടിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ 1ാമത്തെ തഹല്ലുൽ ആവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈദുൽ അദ്ഹയിൽ യൗമുൻ നഹറിൻ്റെ ദിവസം ദുൽഹജ്ജ് 10 പ്രധാനമായ 4 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്.
ഒന്ന്, ജംറത്തുൽ അഖബയിൽ കല്ലെറിയുക. രണ്ടാമത്തത്, മുടിയെടുക്കുക, പൂർണ്ണമായി എടുക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുക. മൂന്നാമത്തത്, തവാഫുൽ ഇഫാദ. സുമ്മൽ യഖ്ദു തഫസഹും വൽ യൂഫു നുദൂറഹും വൽ യത്തവഫു ബിൽ ബൈത്തിൽ അതീഖ് എന്ന് സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞത് ഈ തവാഫിനെ സംബന്ധിച്ചാണ്. ഈ തവാഫ് ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട റുക്നുകളിൽപ്പെട്ടതാണ്. ആ തവാഫ് കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിൻ്റെ സഅയ് ചെയ്യണം. പ്രത്യേകിച്ചും തമത്തുഇൻ്റെ ആളുകൾ നമുക്കറിയാം, അവർ ഉംറ കഴിഞ്ഞ് തഹല്ലുലായി പിന്നെ ദുൽഹജ്ജ് 8-നാണ് ഹജ്ജിൻ്റെ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. എന്നാൽ ഖിറാനിൻ്റെയും ഇഫ്രാദിൻ്റെയും ഹാജിമാർ തവാഫുൽ ഖുദൂമിന് ശേഷം നമ്മൾ നേരത്തെ വിശദീകരിച്ചു, അവർക്ക് ഹജ്ജിൻ്റെ സഅയ് ചെയ്യാം. അത് തമത്തുവിൻ്റെ ആളുകൾക്ക് സാധ്യമല്ല. അപ്പോൾ ഖിറാനിൻ്റെയും ഇഫ്രാദിൻ്റെയും 2 നിലക്കുള്ള ഹജ്ജുകളാണ്. അതെന്താണെന്ന് വിശദീകരിച്ചു, കഴിഞ്ഞ ദർസ് പരിശോധിക്കുക. ഇവർക്ക് തവാഫുൽ ഖുദൂമിന് ശേഷമാണ് സഅയ് ചെയ്യൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. അങ്ങനെ ചെയ്തവരാണെങ്കിൽ പിന്നെ തവാഫുൽ ഇഫാദക്ക് ശേഷം സഅയ് ഇല്ല. എന്നാൽ തമത്തുഇൻ്റെ ഹജ്ജ് ചെയ്ത ആളുകൾ തവാഫുൽ ഇഫാദക്ക് ശേഷം ഹജ്ജിൻ്റെ സഅയ് ചെയ്യണം. എന്നാൽ ആരെങ്കിലും തവാഫുൽ ഖുദൂമിന് ശേഷം ഖിറാനിൻ്റെയും ഇഫ്രാദിൻ്റെയും ആളുകൾ സഅയ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ തവാഫുൽ ഇഫാദക്ക് ശേഷമാണ് ഹജ്ജിൻ്റെ സഅയ് ചെയ്യേണ്ടത്. അങ്ങനെ ഹജ്ജിൻ്റെ സഅയ് തവാഫുൽ ഇഫാദക്ക് ശേഷം ചെയ്തു കഴിഞ്ഞാൽ അവർ പൂർണ്ണമായും തഹല്ലുലാകുന്നു. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് അൽഹംദുലില്ലാ യൗമുൻ നഹറിൻ്റെ ദിവസം ചെയ്യാനുള്ളത്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ജംറത്തുൽ അഖബയിൽ കല്ലെറിയണം എന്ന് പറഞ്ഞല്ലോ. 7 കല്ലുകൾ അവിടെ എറിയണം. അതിൻ്റെ സമയം എപ്പോഴാണ് തുടങ്ങുന്നത്, എപ്പോഴാണ് അവസാനിക്കുന്നത്? അവിടെ നമുക്ക് കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ് മുസ്ദലിഫയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് മിനയിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജംറത്തുൽ അഖബയിൽ കല്ലെറിയേണ്ടുന്ന ഏറ്റവും അഫ്ളലായ സമയമെന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ്. എന്നാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഉദറുള്ള ആളുകൾ, സ്ത്രീകൾ, ദുർബലർ, അവർ മുസ്ദലിഫയിൽ നിന്ന് നേരത്തെ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫജ്റിന് മുമ്പോ അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പോ ജംറത്തുൽ അഖബയിൽ കല്ലെറിഞ്ഞ് മിനയിലേക്ക് അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാവുന്നതാണ്. എന്നാൽ അതല്ലാത്ത ആളുകൾ, ഫജ്റിന് ശേഷം അവിടുന്ന് പുറപ്പെട്ട ആളുകൾക്ക് ഏറ്റവും ഹൈറായ സമയമെന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് ജംറയിൽ കല്ലെറിയേണ്ടത്. അത് അവസാനിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ്, ഒറൂബ് ഷംസ് വരെയാണ്. എന്നാൽ ആ സമയത്തിനുള്ളിൽ ആർക്കെങ്കിലും ഏതെങ്കിലും കാരണം കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ആ രാത്രിയിൽ ഫജ്ർ വരെ സമയമുണ്ട്, രാത്രിയിൽ എറിയാവുന്നതാണ്. എന്നാൽ ഫജ്ർ കഴിഞ്ഞാൽ പിന്നെ ജംറത്തുൽ അഖബയിൽ കല്ലെറിയാൻ പാടില്ലാത്തതാണ്. മഗ്രിബ് വരെയാണ് ശരിയായ സമയം. അതിന് പറ്റാത്തവർക്ക് രാത്രിയും എറിയാം. എന്നാൽ ഫജ്ർ വരെ അങ്ങനെ എറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവർ അത് ഖളാ വീട്ടേണ്ടത് ദുൽഹജ്ജ് 11-ന് ളുഹറിന് ശേഷമാണ്. പ്രത്യേകം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ആ ദിവസം ഉരുവിനെ ഹദീന അറക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയ്യാമുത്ത തശ്രീഖ് തീരുന്നതിന് മുമ്പ് അത് സംഭവിച്ചാൽ മതി. മുടിയെടുക്കുന്ന കാര്യവും അങ്ങനെ തന്നെ. അയ്യാമുത്ത തശ്രീഖിൻ്റെ അവസാന സമയം വരെ സമയമുണ്ട്. തവാഫുൽ ഇഫാദയും അതിനുശേഷമുള്ള സഅയും അങ്ങനെ തന്നെ. അയ്യാമുത്ത തശ്രീഖിൻ്റെ അവസാന ദിവസം വരെ അതിന് സമയമുണ്ട്. പക്ഷേ ഇതെല്ലാം യൗമുൻ നഹറിൻ്റെ അന്ന് തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഖൈറായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഹാജിമാർ ചെയ്യേണ്ടത് മിനയിൽ താമസിക്കലാണ്. ദുൽഹജ്ജ് 11-ൻ്റെ രാത്രിയിലും ദുൽഹജ്ജ് 12-ൻ്റെ രാത്രിയിലും മിനയിൽ താമസിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഹജ്ജിൻ്റെ വാജിബുകളിൽപ്പെട്ടതാണ്. അവിടെ താമസിക്കണം. എന്നാൽ ദുൽഹജ്ജ് 13-ൻ്റെ രാത്രി, അയ്യാമുത്ത തശ്രീഖിൻ്റെ അവസാന ദിവസത്തിൻ്റെ രാത്രിയിൽ ഇഷ്ടമുള്ളവർക്ക് അവിടെ താമസിക്കാം. അല്ലാത്തവർക്ക് ദുൽഹജ്ജ് 12-ൻ്റെ അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് മിനയിൽ നിന്ന് അവർക്ക് പോകാവുന്നതാണ്. അപ്പോൾ 2 ദിവസം നിർബന്ധമാണ്. ദുൽഹജ്ജ് 11, ദുൽഹജ്ജ് 12-ൻ്റെ രാത്രികളിൽ മിനയിൽ താമസിക്കൽ വാജിബാണ്. 13-ന് കൂടി താമസിച്ചാൽ അതാണ് ഖൈർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈ വമൻ തഅഖറ ഫലാ ഇസ്മ അലൈ. ദുൽഹജ്ജ് 11, 12 അത് കഴിഞ്ഞിട്ട് പോകേണ്ടവർക്ക് പോകാം. എന്നാൽ 13-ൻ്റെ രാത്രി കൂടി താമസിക്കലാണ് കൂടുതൽ ഖൈർ എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ഇനി രാത്രിയിൽ എത്രത്തോളമാണ് അവർ മിനയിൽ താമസിക്കേണ്ടത്? ഏകദേശം രാത്രിയുടെ പകുതിയിലധികം ഭാഗം, അത്രയും രാത്രിയിൽ മിനയിൽ ഉണ്ടായാൽ മതി. പകൽ ഉണ്ടാവണമെന്നില്ല. ദുൽഹജ്ജ് 11-ൻ്റെ രാത്രി, 12-ൻ്റെ രാത്രി, 13-ൻ്റെ രാത്രി, ആ രാത്രികളിൽ ഉണ്ടായാൽ മതി. അത് മുഴുവൻ രാത്രിയും വേണമെന്നില്ല.
മഗ്‌രിബ് മുതലാണ് അത് കണക്കാക്കുന്നത്. രാത്രി തുടങ്ങുന്നത് മഗ്‌രിബ് മുതലാണ്. 10 മണിക്കൂറാണെങ്കിൽ 5 മണിക്കൂറിനേക്കാൾ കൂടുതൽ നിൽക്കണമെന്നർത്ഥം. 5.5 മണിക്കൂറോ അല്ലെങ്കിൽ 6 മണിക്കൂറോ. 12 മണിക്കൂറാണെങ്കിൽ 6 മണിക്കൂറിനേക്കാൾ കൂടുതൽ മിനയിൽ ഉണ്ടായിരിക്കണം. അത്രയും അവർ മിനയിൽ നിൽക്കേണ്ടതാണ്. ഇത് പ്രധാനപ്പെട്ട വാജിബാണ്. ഉദറുള്ള ആളുകൾക്ക് ഏതെങ്കിലും നിലക്ക് ഗവൺമെൻറ്റിനാൽ നിശ്ചയിക്കപ്പെട്ട ഉത്തരവാദിത്തമുള്ളവർ, ഹജ്ജ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുള്ളവർ, മറ്റു കാരണങ്ങൾ ഉള്ള വ്യക്തമായ കാരണങ്ങളുള്ള ആളുകൾക്ക് ഇളവുണ്ട്. അവർക്ക് പ്രത്യേക പ്രായശ്ചിത്തമില്ല. അതല്ലാത്തവർ മിനയിൽ ഈ ദിവസങ്ങളിലൊന്നും രാത്രിയിൽ താമസിക്കുന്നില്ലെങ്കിൽ അവർ പ്രായശ്ചിത്തമായി ഒരു ആടിനെ അറുക്കേണ്ടതാണ്. അല്ലെങ്കിൽ പശുവിൽ നിന്ന് 7 ഓഹരിയിലൊന്ന്, അല്ലെങ്കിൽ ഒട്ടകത്തിൽ നിന്ന് 7 ഓഹരിയിലൊന്ന് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതാണ്. പിന്നീട് നമുക്കുള്ള പ്രധാനപ്പെട്ട 2 വാജിബുകളാണ് ഈ അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളിൽ ജംറയിൽ കല്ലെറിയുക എന്നുള്ളത്. 3 ജംറകളിൽ, ജംറത്തുൽ സുഗ്റയിൽ, ജംറത്തുൽ വുസ്തയിൽ, ജംറത്തുൽ അഖബയിൽ, ഈ 3 ജംറകളിലും കല്ലെറിയേണ്ടതുണ്ട്. അതിനുശേഷം തവാഫുൽ വിദാഇനെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ഇൻഷാ അള്ളാഹ് അത് അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കാഴ്ചയോടുകൂടി ഇബാദത്തുകൾ ചെയ്യുവാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.